അതിനകത്തിൽ നല്ല ഉണക്കത്തേങ്ങയായിരുന്നു. ആ ഉണക്കത്തേങ്ങ ഞാൻ മിക്സിയിലിട്ട് അരിഞ്ഞിട്ട് പൊടിച്ച്, വേറെ ഒന്നിനും കൊള്ളത്തില്ല. നമുക്ക് ഒന്നിൽ ഇറച്ചിക്കൊക്കെ വറുത്തിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കലരയ്ക്ക് വറുത്തിടാനൊക്കെ കൊള്ളാവും. ഞാൻ പൊടിച്ച് ഇതിനകത്തിൽ 2 കുരുമുളക്, 2 ഉലുവ, നല്ലപോലെ കൊച്ചുള്ളി, കറിവേപ്പില, ഇഞ്ചി, 2 കുരുമുളക്, വറ്റൽമുളക്, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് പിന്നെ പുളി ഉപ്പും ഇട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കണം. അടുപ്പയിലാണ് ഉണ്ടാക്കുന്നത്, ഗ്യാസില്ല. അതുകൊണ്ട് ഒത്തിരി നേരം വേണ്ടേ, അതുകൊണ്ട് അടുപ്പയില്ല. ഗ്യാസ് ഒരു കുറ്റി കാലിയായിട്ടിരിക്കുക, ഒരു കുറ്റി കയറ്റി വെച്ചേക്കുക. അതുകൊണ്ട് അടിയിലെല്ലാം കരിയാവും. അതുകൊണ്ടാണ് ഈ അടുപ്പ് വെക്കാൻ മടി. കഴുകാൻ വലിയ പാടാണ്, പ്രയാസമായിട്ട്. ഉരുളിയിലായിരുന്നു തേങ്ങയൊക്കെ വറക്കുന്നത്. ഞാനിപ്പോൾ കൊച്ചൊരു പഴയ പാത്രമാണ്, അപ്പോൾ അതിനകത്തോട്ട് കരി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് നല്ലപോലെ പിന്നെ വെള്ളം പറ്റി കഴിയുമ്പോൾ പിന്നെ തീ കുറച്ചിടണില്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ഓർത്തോണം. ഇത് നമുക്കത് റെഡിയായി. ഇതെല്ലാം മീൻ തണുക്കട്ടെ. ഇതിനകത്ത് പുളി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം കൂടിട്ടൊന്ന് പൊടിക്കാം, തണുക്കട്ടെ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ. ചമ്മന്തിപ്പൊടി നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ പൊടിച്ച് നല്ല ഇതേ പരുവാക്കി, കണ്ടോ, പരുവാക്കി. ഇതിന് കാറ്റ് കയറാതെ ഒരു കുപ്പിക്കകത്തിലിട്ട് അടച്ച് വെക്കുക. കുറേശ്ശെ എടുക്കുക. ഉപ്പും പൊടിയൊക്കെ നോക്കട്ടെ, അടിപൊളിയാണ്. അടിപൊളിയാണ്. നല്ല ചോറിനകത്തിട്ട് ഇളക്കി ഇച്ചിരി തൈരുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.